ചിൽഡ്രൻ, നമുക്കിന്ന് സംഖ്യയും അതിൻ്റെ വകഭേദങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. സംഖ്യ എന്നാൽ നാം വാലെ ശബ്ദിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്ന് പറയുന്നു. അതായത് എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. കിസി വ്യക്തി, വസ്തു, സ്ഥാൻ, ജാതി, गुण और भाव के नाम को सूचित करने वाले शब्द को हम संज्ञा कहते हैं. അതായത് ഏതെങ്കിലും വ്യക്തി എന്ന് വെച്ചാൽ വ്യക്തി തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയാറ്. വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മലയാളത്തിലും വസ്തു എന്ന് പറയില്ല, എന്തെങ്കിലും സാധനങ്ങൾ. സ്ഥാൻ അതായത് ഏതെങ്കിലും സ്ഥലങ്ങളുടെ പേര്. ജാതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേര്. അതായത് പക്ഷി എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ടൈപ്പ് പക്ഷികൾ വരും. ഇപ്പോൾ മയിലുണ്ടായിരിക്കാം, കാക്ക ഉണ്ടായിരിക്കാം, പ്രാവ് ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാം നമ്മൾ പക്ഷി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഗ്രൂപ്പിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ജാതി. ഇനി ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ മിഠായി കഴിക്കുന്നു. എന്തുകൊണ്ടാണ് മിഠായി കഴിക്കുന്നത്? അതിൻ്റെ ക്വാളിറ്റി എന്താ? അതിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട് ഇല്ലേ? ഇനി നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ കൊച്ചു കുട്ടികളെന്ന് പറയില്ലേ, പിന്നെ വയസ്സാകുന്നവർ, അങ്ങനെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസുകൾ. പിന്നെ നമ്മുടെ ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം, സങ്കടം, ദേഷ്യം, കുശുമ്പ്, അങ്ങനെ തോന്നുന്ന എല്ലാ ഭാവങ്ങളും, ഇതിൻ്റെ എല്ലാം പേരിനെയാണ് നമ്മൾ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പേന എന്ന് പറഞ്ഞാൽ ആ പേന എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു പേരുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ ഒരു പേരെടുത്ത് വിളിക്കുകയാണ്. ഇപ്പോൾ രാജു എന്ന് പറയുമ്പോൾ രാജുവിൻ്റെ ബോഡീനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ പേര് രാജുവാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേര്, ആ പേരിനെയാണ് നമ്മൾ സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വ്യക്തി എന്ന് പറയുമ്പോൾ രാം, അതൊരു വ്യക്തിയുടെ പേരാണ്. വസ്തു എന്ന് പറയുമ്പോൾ കലം എന്ന് വെച്ചാൽ നമ്മുടെ പേനയാണ്. സ്ഥാൻ സ്ഥലത്തിൻ്റെ പേര്, ദില്ലി അതായത് ഡൽഹി. ജാതി ലഡ്ക, ഒരു ക്ലാസ്സിൽ പലതരം ആൺകുട്ടികളുണ്ടായിരിക്കും. അവരുടെ ബോഡി സൈസ്, കളറ്, ബിഹേവിയർ എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് അവരെ ആൺകുട്ടി എന്നാണല്ലോ വിളിക്കുന്നത്. ഇനി ഗുണം, നമ്മളിപ്പോൾ ഒരു മിഠായി കഴിച്ചു, അതിൻ്റെ ക്വാളിറ്റി എന്താ? മാധുര്യം, അതിൻ്റെ മധുരമാണ്. ഭാവ് നമ്മുടെ സന്തോഷം. ഇതിനെല്ലാമാണ് നമ്മൾ, ഇതിൻ്റെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഖ്യ അതായത് നൗൺ, അതായത് നാം വാലെ ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സംഖ്യയുടെ ഭേദങ്ങൾ, അതിൻ്റെ തരംതിരിവുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ 3 പറയുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് 2 കൂടിയിട്ട് പറയുന്നുണ്ട് ഉപഭേദങ്ങളായിട്ട്. അപ്പോൾ ആദ്യത്തേത് വരുന്നത് വ്യക്തിവാചക സംഖ്യ. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാൻ എളുപ്പത്തിൽ PPT എന്ന് പറയാം. അതായത് പേഴ്സൺ, പ്ലേസ്, തിങ്, അതാണ് PPT. ഈ 3 വാക്കുകളുടെയും ഫസ്റ്റ് ലെറ്ററാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. PPT. പേഴ്സൺ രാം ഓർ രമ. ഇനി നെക്സ്റ്റ് P വരുമ്പോൾ പ്ലേസ് ആണല്ലോ, അപ്പോൾ നേപ്പാൾ അല്ലെങ്കിൽ ദില്ലി അങ്ങനെ എന്തെങ്കിലും. ഇനി T വരുമ്പോൾ കിതാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കുകളുണ്ടല്ലോ, അതാണ്. പിന്നെ കലം, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു, കലം പേന. ഇതിനെല്ലാമാണ്, ഇതിൻ്റെ പേരിനെയാണ് നമ്മൾ PPT എന്നത് വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പേഴ്സൺ, പ്ലേസ്, തിങ്, ഇതിൻ്റെ എല്ലാം പേരിനെയാണ് നമ്മൾ വ്യക്തിവാചക സംഖ്യയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സെക്കൻഡ് കാറ്റഗറി വരുന്നത് ജാതിവാചക സംഖ്യയാണ്. അതായത് നദി. നമ്മുടെ ലോകത്ത് ഒരുപാട് നദികളുണ്ട്. ഗംഗയുണ്ട്, യമുനയുണ്ട്, അങ്ങനെ ഒരുപാട് നദികളുണ്ട്. നമ്മളിവിടെ അതിൻ്റെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, കോമൺ ആയിട്ട് നദി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പേരെടുത്ത് ഗംഗാ നദി എന്ന് പറയുമ്പോൾ അത് എവിടെ വരും? ഫസ്റ്റ് എത്തതിൽ വരും, കാരണം അവിടെ പേരാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നദി എന്ന് മാത്രം നമ്മൾ വേർഡ് മാത്രം പറയുമ്പോൾ അത് ജാതിവാചക സംഖ്യയാണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. ഇനി ലഡ്കി, ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ടൈപ്പിലുള്ള പെൺകുട്ടികളുണ്ടായിരിക്കാം. എല്ലാം കൊണ്ടും അവർ ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ കോമൺ ആയിട്ട് അവർ നമ്മൾ ലഡ്കി, പെൺകുട്ടി എന്നാണ് വിളിക്കുന്നത്. തേർഡ് കാറ്റഗറി വരുന്നത് ഭാവവാചക സംഖ്യ. നമ്മുടെ ക്രോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യം, ദുഃഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം, ഇതെല്ലാം നമ്മുടെ ഭാവവാചക സംഖ്യയിൽ വരുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ പഠായി, നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലടക്പൻ, ബച്പൻ, യൗവൻ, വാർദ്ധക്യം, ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റേജസ് ആണ്. അതായത് നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന പോലെ നമ്മൾ വയസ്സാകുന്നത് വരെയുള്ള യൗവനം, വാർദ്ധക്യം, അങ്ങനെ നമ്മൾ പറയുന്ന ഓരോ കൗമാരം, ഇങ്ങനെ ബാല്യം, ഇതൊക്കെ ഉണ്ടല്ലോ, ആ വേർഡുകളെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്.
നാലാമത്തത് വരുന്നത് ഈ മൂന്നെണ്ണമാണ് സാധാരണ നമ്മൾ മെയിനായിട്ടുള്ള സെക്ഷനായിട്ട് പറയുന്നത്. ഇനി രണ്ടെണ്ണം അഡീഷണൽ വരുന്നതാണ് ദ്രവ്യവാചക സംഖ്യയും സമൂഹവാചക സംഖ്യയും. ദ്രവ്യം എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയലാണ്, അതായത് സോന, ഗോൾഡ്, ചാന്തി, സിൽവർ. ഇനി നമ്മൾ രാവിലെ എണീറ്റു, നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും, പാനി. ഇനി ചായ ഉണ്ടാക്കും, ചായ. അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികളാകുമ്പോൾ നമ്മൾ പാല് കൊടുക്കും, ദൂത്. ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്, വായു ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയില്ലേ നമ്മൾ, ഇതൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്താം? നാലാമത്തെ സെക്ഷനിലായിട്ടുള്ള ദ്രവ്യവാചക സംഖ്യയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ലാസ്റ്റത്തതാണ് സമൂഹവാചക സംഖ്യ. അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ. ഇപ്പം നമ്മൾ കക്ഷ, ഒരു ക്ലാസ് റൂം, അവിടെ ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാകും. അതൊരു ഗ്രൂപ്പാണ്, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ മാത്രമായിട്ടല്ല വരുന്ന ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ കാണിക്കാം. ഇനി ദൽ, നമ്മുടെ ക്ലാസ്സിൽ തന്നെയായാലും ബോയ്സിൻ്റെ ഗേൾസിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും ഇല്ലേ? അല്ല ഇനി ബോയ്സിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ആ ബോയ്സിൻ്റെ തന്നെ നമുക്ക് 2 or 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനി സ്കൂളിൽ നമുക്ക് ഉണ്ടായിരിക്കും ഇല്ലേ? സയൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവാം, സോഷ്യലിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവാം. ഇനി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ബേസ് നമ്മൾ ഗ്രൂപ്പുകൾ വയ്ക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഗ്രൂപ്പുകൾ വരാം. ഇനി സേന എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ആർമി, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇതിനെയെല്ലാം ഒരു ഗ്രൂപ്പായിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം സമൂഹവാചക സംഖ്യയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് മെയിനായിട്ട് 3 പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഉപഭേദങ്ങളായിട്ടുള്ള 2 പിരിവുകളും പറയുന്നുണ്ട്. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, ദ്രവ്യവാചക സംഖ്യ, और സമൂഹവാചക സംഖ്യ. ഇതിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഇതിൻ്റെ ആദ്യത്തെ പോർഷൻസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, വ്യക്തി, ജാതി, ഭാവ്, ദ്രവ്യ, സമൂഹ്. എങ്ങനെയാ? വ്യക്തി, ജാതി, ഭാവ്, ദ്രവ്യ, സമൂഹ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. ആദ്യത്തെ ഭാഗത്തൊക്കെ നമ്മൾ കുട്ടികൾ പഠിച്ചു വരുമ്പോൾ ഇതാവുമ്പോൾ എളുപ്പമുണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട്. വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, ദ്രവ്യവാചക സംഖ്യ और സമൂഹവാചക സംഖ്യ.